മുസ്ലിം ലീഗ് തിരിച്ചുപിടിച്ച പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി. തിരുവമ്പാടിയുടെ നിയുക്ത MLA CK കാസിം അതിന് തന്നെ അഭിനന്ദനങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഉടനീളം മുന്നോട്ട് വെച്ച വിഷയങ്ങൾ ഉൾപ്പെടെ ഫലം കണ്ടു എന്നാണോ? വിജയത്തിലേക്ക് നയിച്ച എന്തൊക്കെ ഘടകങ്ങളാണ്? തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ ക്യാമ്പയിൻ ഏറ്റവും നന്നായി നടന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. UDFിൻ്റെ മിഷണറി നന്നായി പ്രവർത്തിച്ചു. ഒറ്റപ്പെട്ട ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ടൈം ബൗണ്ടായിട്ട് ആ ക്രൈസിസൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഈ വലിയ വികസനങ്ങളുടെ കുട്ടിക്കോശമൊക്കെ ഉണ്ടായെങ്കിലും സാധാരണ ജനങ്ങളുടെ ജീവിതം താഴോട്ട് തന്നെയായിരുന്നു. അവരന്ന് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മലയോര കുടിയേറ്റ കാർഷിക ഗ്രാമത്തിൽ അനുഭവിക്കുന്ന വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്തു, ജനങ്ങൾക്കത് ഉൾക്കൊണ്ടു. അതവർക്ക് ഉത്തരമായി UDF അധികാരത്തിൽ വന്നാൽ അത് നടപ്പിലാക്കുമെന്ന വിശ്വാസമുണ്ട്. അതൊക്കെ തന്നെയാണ് വോട്ടായി മാറിയിട്ടുള്ളത്. ജനകീയനായിട്ടുള്ള ഒരു MLA എന്നുള്ളതായിരുന്നു ലിൻഡോ ജോസഫിനെ അവർ വിശേഷിപ്പിച്ചിരുന്നത്. ആ ജനകീയത ഉൾപ്പെടെ എങ്ങനെയാണ് മറികടക്കാൻ സാധിച്ചത്? അദ്ദേഹത്തിന് ജനകീയത കുറഞ്ഞു എന്നൊന്നും അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ ജനങ്ങൾക്ക് ആഗ്രഹിച്ചുള്ള പദ്ധതികളും പരിപാടിയും നടന്നില്ല എന്നുള്ള പ്രശ്നമുള്ളൂ. അദ്ദേഹത്തെ പാർട്ടിയും വ്യക്തിപരമായി അദ്ദേഹത്തെ ആരെങ്കിലുമൊക്കെ ജനകീയ MLA എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ജനകീയത ഉണ്ടല്ലോ, അതവിടെ ഉണ്ടായിട്ടില്ല. അത് 2013-14 UDF സർക്കാരിൻ്റെ കാലത്ത് അന്ന് MLA ആയിരുന്ന ബഹുമാനിയ മൊയ്‌ഗുഡ് സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് ബഡ്ജറ്റിൽ ആദ്യമായി പ്രൊവിഷൻ വയ്ക്കുന്നത്. അന്ന് ആനക്കമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നല്ല ബദൽപാത എന്നായിരുന്നു. ആ ഒരു ബഡ്ജറ്റിൽ 20 കോടി രൂപയുടെ എമൗണ്ട് വെച്ചുകൊണ്ടാണ് അവിടെ സർവേ നടപടികൾ ആരംഭിച്ചത്. ആ സർവേയിലാണ് ഈ പാതയ്ക്ക് പകരം അവിടെ ഏറ്റവും സൂട്ടബിളായിട്ടുള്ളത് ടണലാണെന്ന കണ്ടെത്തലുണ്ടായത്. ആ ടണൽ നടപ്പിലാക്കുന്നതിനുള്ള ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് അവരാണ് സമർപ്പിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ 2016 ജനുവരി മാസത്തിലാണ് ഓർക്കുന്നത്. അന്നത്തെ MLA അതിൻ്റെ തുടർ പ്രവർത്തനമായി പൊതുമരാമത്ത് വകുപ്പിനെ സമീപിച്ചപ്പോൾ ഇതിന് വലിയ സാമ്പത്തിക ബാധ്യതയുള്ളത് കൊണ്ട് നമുക്കത് PPPയിൽ നടത്താം എന്നുള്ള ഡിസ്കഷനിൽ ഇങ്ങനെ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം സാഹിബ് നിന്നപ്പോഴാണ് സർക്കാർ മാർച്ചിൽ മാറുന്നത്. പിന്നെ സ്വാഭാവികമായി വന്ന ഗവൺമെൻറ് തുടർന്നു. പക്ഷേ 10 വർഷം എടുത്തു അതിൻ്റെ മറ്റുള്ള തുടർ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ വേണ്ടി. ഇപ്പം അതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ തുടങ്ങി വെച്ചാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടിയായിട്ടുള്ള തുരങ്കപാത ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകും, യാതൊരു സംശയം വേണ്ട. പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് എന്ന നിലയിൽ തിരുവമ്പാടിയെ സംബന്ധിച്ചുള്ള ഒരു നെക്സ്റ്റ് വിഷൻ എന്താണ്? തിരുവമ്പാടിയിൽ അനിവാര്യമായത് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരൻ്റെ ജീവന് എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടാക്കുന്ന, അവൻ്റെ ജീവിതമാർഗ്ഗത്തിൽ എന്തെങ്കിലും ഗുണം ചെയ്യുന്ന പദ്ധതികൾ ഉണ്ടാകണം. ഏത് വികസനം നടക്കുമ്പോഴും അതിൻ്റെ ഗുണമാണ് വോട്ടർമാർക്ക് ഉണ്ടാകേണ്ടത്, ദോഷമല്ല. അപ്പോൾ അവിടെ നടന്ന പല വികസന പ്രവർത്തനങ്ങളും റോഡുണ്ടാക്കിയപ്പോൾ റോഡിൻ്റെ പാർശ്വഫലങ്ങളിൽ താമസിക്കുന്ന കച്ചവടക്കാർക്കും വീടുകൾക്കൊക്കെ വെള്ളക്കെട്ടാണ് അവർക്ക് കിട്ടിയ ഗുണം. അപ്പോൾ അതവർക്ക് ഗുണപരമായ വികസനമല്ല. വികസനം നടക്കുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്നും അത് അവിടെയുള്ള നാട്ടുകാരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ നാട്ടറിവും കൂടി ഉപയോഗപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളുടെ കോർഡിനേറ്റ് ചെയ്ത് നടപ്പും അവിടെ പ്രാദേശികമായി അടിത്തട്ടിലുള്ളവർക്ക് അതിന് വലിയ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നടപ്പിലാക്കുമ്പോൾ അതിന് ടെക്നിക്കൽ നോഹവും ഭരണപരമായ സഹായമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു നല്ല ജനകീയ പങ്കാളിത്തത്തോടുള്ള പദ്ധതികൾ നടപ്പിലാക്കുക എന്ന് തന്നെയാണ് ഏത് വികസന പദ്ധതിയാണ്. സംഘടനകൾ നടത്തിയ അംഗീകരിക്കാൻ കഴിയാത്ത പല പരാമർശങ്ങളും തിരുവമ്പാടിയെ സംബന്ധിച്ച് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്താണ്. അതിനൊക്കെയുള്ളൊരു മറുപടി കൂടിയായിട്ട് വിജയം മാറുന്നുണ്ടല്ലേ? സാമുദായിക സംഘടനകൾ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. കാരണം എന്നോട് ഒരിക്കൽ പോലും അവർ അങ്ങനെ ഒരു സമീപനം കാണിച്ചിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഈ വിജയത്തിലൊക്കെ അവരുടെ വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വിഭാഗവും അത് സ്വാഭാവികമായിട്ട് എല്ലാ വിഭാഗത്തിലും ഉണ്ടാവുമല്ലോ. പക്ഷേ അവരൊക്കെ നടത്തിയ അത്തരം നീക്കങ്ങളൊന്നും തന്നെ അവിടെ വിജയിച്ചില്ല എന്നുള്ള റിസൾട്ടാണ് അപ്പോൾ വരുന്നത്. എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിച്ചു. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് തിരുവമ്പാടിയിലെ വിജയം വലിയ മുതൽക്കൂട്ടായിട്ട് മാറുന്നുണ്ട്. തിരുവമ്പാടി നിങ്ങൾ മാധ്യമങ്ങൾ കഴിഞ്ഞ ഒരു 6-7 മാസമായി തിരുവമ്പാടി ഇല്ലാത്തൊരു വാർത്തയില്ലായിരുന്നു. ആ വാർത്ത ഇനിയും തുടരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം നാടിൻ്റെ നന്മ, തിരുവമ്പാടിയുടെ നന്മ പുറം ലോകം അറിയിക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുക. ഓക്കെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ വികസന നിരീക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മളോട് സംസാരിച്ചുള്ളത്. തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടായിരുന്നു. അത് തന്നെയാണ് തിരുവമ്പാടിയിൽ സംഭവിച്ചതെന്ന് CK കാസിം നമ്മളോട് പങ്കുവെക്കുന്നു. ഉണ്ണിത്തുപൂരിനൊപ്പം ബഷീർ പി അക്ബർ, മലപ്പുറം.